നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കുറിച്ച് പറഞ്ഞു. വിശുദ്ധമായ റജബിൽ ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മഹാന്മാരായ സ്വാലിഹ്യങ്ങൾ ഷഹ്റു റജബ് എന്ന് പറയുന്ന പ്രത്യേക ഗ്രന്ഥം തന്നെ അവർ രചിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഉത്ബോധനങ്ങളും ഇത്തരം മാസങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. റജബ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്ക് നമ്മൾ പാപങ്ങളിൽ നിന്ന് മുക്തമായി ക്ലിയറാവാൻ അള്ളാഹു നൽകിയ മഹത്തായ ഒരു മാസമാണ്. അള്ളാഹുവിന് അത് വലിയ ഇഷ്ടമാണ്. റജബുൻ ഷഹ്റുല്ലാ എന്ന് പറയാനുള്ള കാരണം തന്നെ ഒരാളുടെയും റെക്കമെൻഡ് ഇല്ലാതെ ഡയറക്റ്റായിട്ട് അള്ളാഹുവിനോട് ചോദിക്കാനും അള്ളാഹു അത് നൽകാനും നമുക്ക് സന്നദ്ധമാകുന്നു. ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞാൽ സൗദിയുടെ രാജാവ് അല്ലെങ്കിൽ UAE-യുടെ രാജാവ്, അദ്ദേഹത്തെ നമ്മൾ കാണണമെങ്കിൽ ഒന്നുമില്ലാത്ത നമുക്ക് എങ്ങനെ ഇപ്പോൾ കാണാൻ പറ്റും? ഇനിയിപ്പോൾ കാണണമെങ്കിൽ തന്നെ ഏതെല്ലാം ആളുകളുടെ കയ്യും കാലും പിടിക്കണം, എന്തെല്ലാം രേഖകൾ റെഡിയാകണം. അവിടെ പോയാലോ ഓരോ ചെക്കിങ്, എന്തിനാണ് വന്നത്, എവിടെ നിന്നാണ് വന്നത്, എല്ലാ ചെക്കിങ്ങുകളും നടത്തിയിട്ടേ ഇനി ഒരു പക്ഷേ നമുക്ക് ആ ഒരു വ്യക്തിയെ കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് നമ്മെ കയറ്റുകയുള്ളൂ. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ തന്നെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ രാജാവ് പറയുന്നത്, വരുന്ന ജനുവരി 29 പരപ്പനങ്ങാടി കടപ്പുറത്ത് ഞാൻ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുകയാണ്. ആ നാട്ടിലെല്ലാവർക്കും കാണാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്, എല്ലാവരും എത്തണം. അപ്പോൾ എത്ര ആളുകൾ ക്യൂ ആയിരുന്നു. ഒരു രേഖയും ശരിയാക്കണ്ട, നേരെ ഡയറക്റ്റായിട്ട് പോവുക എന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാളും വലിയ രാജാവല്ലേ, ലോകം അടക്കി ഭരിക്കുന്ന, നമ്മെ പോറ്റി വളർത്തുന്ന രാജാതിരാജാവാനാണ് അല്ലാഹ്. ആ അള്ളാഹുവിൻ്റെ മാസമാണ് റജബുൽ ഷഹ്റുല്ലാഹ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ റെക്കമെൻഡിൽ അള്ളാഹു നമ്മെ ക്ലിയറാക്കാനും നമ്മുടെ എല്ലാം സ്വീകരിക്കാനും അള്ളാഹു സന്നദ്ധമായി എന്ന് പറഞ്ഞ ഈ മഹത്തായ മാസം ശരിക്ക് നമ്മൾ ഈ മാസത്തിൽ മുതലാക്കേണ്ട ഒരു മാസമാണ്. റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് റജബ്, അങ്ങനെയും രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ റജബുൻ ഷഹ്റു തൗബ, തൗബയുടെ മാസമാണ് മഹത്തായ റജബ് മാസം എന്ന് പറയും. ഇത് നമ്മൾ വിചാരിക്കും റമളാൻ 27 ഒന്ന് ഹയാത്താക്കിയിട്ട് അന്ന് ഒരു തൗബയിലൊന്ന് പങ്കെടുക്കാം. അങ്ങനെയല്ല ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. റജബ് അത് നമ്മൾ പാപമുക്തമായിട്ട് റജബും ഷഅബാനും ഇതൊക്കെ ക്ലിയറായി ആത്മീയതയിലൂടെ ഖുർആനോത്തിലൂടെ എല്ലാം റെഡിയായി റമളാൻ കിട്ടണം. അതിനാണ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആത്മീയത. ഇതൊന്നുമില്ലാതെ റജബും കഴിഞ്ഞു, ഷഅബാനും കഴിഞ്ഞു, റമളാനും കഴിഞ്ഞു, പിന്നിപ്പോൾ എന്താ, സാധാരണ നമ്മളെ പതിവ് പോലെ 27 രാവിലെ നമ്മളൊന്ന് കൂടും, അപ്പൊ ഒന്ന് രാത്രി ഒന്ന് ഉറക്കൊഴിച്ചിട്ട് തൗബയില്ല. ഇതെല്ലാം ശരിക്ക് തൗബ എന്ന് പറയാം. തൗബ എന്ന് പറയുന്നത് ഒരു മഹത്തായ മാസം വരാണല്ലോ, അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണല്ലോ റജബ്. ഇതിൽ തന്നെ ഞാൻ റെഡിയാകണം എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറഞ്ഞു, റജബ്
ആ മാസം ഇങ്ങനെ എടുത്തിട്ട്, നമുക്ക് ഏതായാലും നന്മയുടെ ഏടുകളുണ്ട്, തിന്മയുടെ ഏടുകളുണ്ട്, അതിലെ ലിസ്റ്റ് ഇങ്ങനെ പരിശോധിച്ചിങ്ങനെ നോക്കുമ്പോൾ ആ മനുഷ്യന്റെ ഏടിൽ ഏറ്റവും മുൻതൂക്കമായിട്ടുണ്ടാകേണ്ടത് ഇസ്തിഗ്ഫാർ ഉണ്ടാകണം എന്നതാണ്. അതുകൊണ്ടാണ് ഒരുപാട് അമലുകൾ റജബ് മാസത്തിൽ ഇങ്ങനെ ഉയരുന്ന സമയത്ത് ആകാശലോകത്തേക്ക് നമ്മുടെ ഏടുകളിൽ നിന്ന് തുള്ളിച്ചാടുന്ന ചില അമലുകൾ, ആ അമലുകളിൽ പെട്ടതാണ് ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് ഈ മാസത്തിൽ ഇസ്തിഗ്ഫാറാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഏടുകളിൽ ധാരാളം ഇസ്തിഗ്ഫാർ ഉണ്ട് എങ്കിൽ അവൻ ഭാഗ്യവാനാണ്, അവന് വലിയ സന്തോഷം ഉണ്ടാകും. ആ ഒരു സന്തോഷം അങ്ങനെ നമ്മൾ ചൊല്ലിക്കിട്ടിയാൽ അത് വലിയൊരു ഭാഗ്യമാണ്. അത് നമ്മളിങ്ങനെ നടന്നിട്ട് ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളാണ് എന്ന് പറഞ്ഞ് നടക്കലല്ല, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ വരണം. ആ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ അദീമായ റബ്ബേ നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനൊരു രോമാഞ്ചം കിട്ടണം. ആ രൂപത്തിൽ അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അങ്ങനെ കഴുകി 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 ഹൃദയം ഇങ്ങനെ ശുദ്ധീകരിച്ചെടുക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയവിയായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ, പാപങ്ങൾ വന്നുപോകുന്നവരാണ്. പക്ഷെ അത് കഴുകിയെടുക്കാനും നന്നാകാനും അള്ളാഹു തന്ന ഒരു വലിയ മഹത്തായ മാസമാണ് വിശുദ്ധമായ റജബ്. അങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എത്ര വലിയ നേട്ടമാണ്! ഏകദേശം 15ഓളം നേട്ടങ്ങൾ അതിനേക്കാളുണ്ട്. മഹാന്മാർ ഇങ്ങനെ ഓരോന്ന് രേഖപ്പെടുത്തി വെച്ചപ്പോൾ 15 നേട്ടങ്ങൾ ആ രൂപത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരുണ്ട്. 1, അവന് ശരിക്ക് പാപം കഴുകണമെന്ന ഉദ്ദേശത്തോടുകൂടെ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അവന്റെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് നൽകുകയാണ്, അവന്റെ മക്കളിൽ അല്ലാഹു ബറക്കത്ത് നൽകുകയാണ്, സമ്പത്തിൽ ബറക്കത്ത് നൽകുകയാണ്. മാത്രമല്ല എപ്പോഴും നന്മ ചെയ്യണം എന്ന ചിന്ത മനസ്സിൽ വരുന്നു, തിന്മ ചെയ്യണം എന്നുള്ളൊരു ചിന്തയും അവൻ്റെ മനസ്സിൽ വരൂല. അപ്പം തന്നെ ഏകദേശം നമ്മൾ ക്ലിയർ ആകണം. നോക്കി, ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെറ്റ് വരുമ്പോൾ തന്നെ അതിനെ പിടിച്ചു നിർത്താൻ ഇസ്തിഗ്ഫാർ കൊണ്ട് അവന് സാധിക്കുകയാണ്. മാത്രമല്ല 4-മതായി പറയുന്നു, അല്ലാഹുവുമായുള്ള സംഭാഷണത്തിൽ വലിയ ഇഷ്ടവും താല്പര്യവും ഉണ്ടാവുകയാണ്. അതെങ്ങനെയാണ്? ഒരു അടിമയും ഉടമയും തമ്മിലുള്ള കണക്ഷൻ, ആ കണക്ഷന് മുറിവേൽപ്പിക്കുന്ന ആ ഒരു ബന്ധവുമായി തകരാറുണ്ടാക്കുന്നതാണ് നമ്മൾ തെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ തെറ്റിങ്ങനെ അവിടെ നിന്ന് ബ്ലോക്കായത്, നമ്മളൊരു രക്തം കട്ടയായാൽ ആ രക്തം കട്ടയായതിനെ മാറ്റാൻ പലതും ഇന്ന് ആധുനിക ലോകത്തുണ്ടെങ്കിൽ ആ അടിമയും ഉടമയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് കറ വീണത് പാപം ചെയ്തപ്പോഴാണ്. ഈ കറ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലലോടുകൂടെ ആ കറ ഇങ്ങനെ മാഞ്ഞാണ്ട് പോകുമ്പോൾ പിന്നെ ആ അടിമയും ഉടമയും തമ്മിലുള്ള നല്ല കണക്ഷൻ അവിടെ ഉണ്ടാവുകയാണ്. അത് ഇസ്തിഗ്ഫാർ ചൊല്ലലിലൂടെ അല്ലാഹു അവന് നൽകുകയാണ്. 5, ദുനിയാവിനോടുള്ള മോഹം ഉണ്ടാവൂല. ദുനിയാവിനോടുള്ള മോഹം എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ദുനിയാവ് ഇങ്ങനെ വരുന്നുണ്ടാവും, പക്ഷേ ദുനിയാവിനോടുള്ള മോഹം ഉണ്ടാവൂല. അവന് ദുനിയാവ് ഇങ്ങനെ അള്ളാഹു കൊടുക്കും. അതുകൊണ്ടല്ലേ മഹാന്മാരായ ആളുകളൊക്കെ ചിലപ്പോൾ പലതും അള്ളാഹു തആല ഇങ്ങനെ നൽകുന്നു, പക്ഷെ അവർക്ക് അതിനോടൊന്നും ഒരു മോഹം ഉണ്ടാവൂല. അവരിങ്ങനെ ജീവിക്കുന്നു, അവർക്ക് ദുനിയാവ് എന്ന് കരുതിയിട്ട്
അതിൻ്റെ മേലെ മലക്കം മറയൽ അവർക്കുണ്ടാകൂല. 6 ജിന്ന്, മനുഷ്യരിൽ ഉണ്ടാക്കുന്ന പിശാചുക്കൾ, ഇത്തരം സംഗതികളിൽ നിന്നൊക്കെ അല്ലാഹു ഇസ്തിഗ്ഫാർ ചൊല്ലലിലൂടെ അവന് രക്ഷ നൽകുകയാണ്. 7 ഈമാനിൻ്റെ മാധുര്യം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വിശുദ്ധ ഇസ്ലാം വിശ്വസിച്ച ആളുകളാണ്, മുസ്ലിങ്ങളാണ്. പക്ഷേ ഈമാൻ എന്നുള്ളൊരു പറയുന്ന ഒരു മാധുര്യം അല്ലെങ്കിൽ ഈമാനിൻ്റെ ഒരു ടേസ്റ്റ് അത് ലഭിക്കുമ്പോൾ അത് പ്രത്യേകമായ ഒരു അനുഭൂതിയാണ്. അതിങ്ങനെ കിട്ടുമ്പോൾ ഒരു സ്പൂണ് തേൻ കുടിക്കുമ്പോൾ അതിൻ്റെ മാധുര്യം എത്രയാണ്? അതിനേക്കാൾ വലുതാണ് നമുക്ക് ഈമാനിൻ്റെ മാധുര്യം ഇങ്ങനെ കിട്ടുമ്പോൾ ഹൃദയത്തിന് വലിയൊരു മാറ്റം കിട്ടും. അല്ലാഹുവേ, ഈമാനിൻ്റെ മാധുര്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. 8 അല്ലാഹുവിൻ്റെ ഇഷ്ടം അവനിങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമുക്കൊരു ഹദീസിൽ കാണാൻ കഴിയും, ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരാൾ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും, യാ ജിബ്രീൽ ഇന്നി ഉഹിബ്ബുഹു, ഇന്നാലിന്ന നാട്ടിലെ, ഇന്നാലിന്ന തറവാട്ടിലെ, ഇന്നാലിന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഈ വാർത്ത ആകാശലോകത്തെ മലക്കുകളോട് പറയുന്ന സമയത്ത് മലക്കുകളുടെ ഇടയിൽ ഒന്നിനും കൊള്ളാത്ത നമ്മുടെ പേര് ചർച്ച ചെയ്യുന്നു. എത്ര വലിയ മഹത്തമാണ് ഇസ്തിഗ്ഫാർ ചൊല്ലിയ. ആ ഇസ്തിഗ്ഫാർ ചൊല്ലലിലൂടെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ നമുക്ക് കിട്ടാനുള്ള എത്രയും വലിയ നേട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. 9 പറയുന്നു, അവന്റെ ബുദ്ധി വർദ്ധിക്കും. ബുദ്ധി വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് ഞാൻ ഏതെല്ലാം വഴിയിലൂടെ അടുക്കണം. അവന്റെ മനസ്സിൽ ഇതുവരെ ഉദിച്ചത് എന്തിനാണ് ഇപ്പൊ പള്ളിയിലേക്ക് പോകുന്നത്, അതും മറ്റൊരു ബുദ്ധിയാണ്. എന്നാൽ ഇനി അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലലിലൂടെ അവന്റെ മനസ്സിലേക്ക് വരാനിരിക്കുന്ന ബുദ്ധി, പഠിച്ചോനെ പങ്കു കൊടുത്തല്ലോ, ഇനി ഞാൻ റോഡ് സൈഡിൽ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ റബ്ബിന്റെ വീട്ടിൽ നിന്നാണല്ലോ മുഅദ്ദിൻ വിളിച്ചിട്ടുള്ളത്, റബ്ബിലേക്കുള്ള വിളിയാളമാണല്ലോ. എത്രയോ ആളുകൾ അതാ പള്ളിയിലേക്ക് പോകുന്നു. ഞാനും ഒന്ന് പള്ളിയിലേക്ക് പോയി ആ ജമാഅത്തിലൊന്ന് പങ്കെടുക്കണ്ടേ. മനസ്സിലേക്ക് അവന്റെ ബുദ്ധിയിലേക്ക് അല്ലാഹു നല്ല നല്ല ഓരോ കാര്യങ്ങളും വിട്ടുകൊടുക്കുന്നതിനനുസരിച്ച് അവന് നന്നാവുകയാണ്. 10 ടെൻഷൻ ഉണ്ടാവൂല. നമുക്കൊരു കാര്യം വന്നാൽ ടെൻഷൻ ഉണ്ടായാൽ പിന്നെ ഉറക്കം വരൂല, അസ്വസ്ഥതകൾ ഒരുപാടുണ്ടാവും. മഹാന്മാർ പറയുന്നു, ടെൻഷൻ എന്ന് പറയുന്ന സംഗതി അവനുണ്ടാവില്ല. ഏത് രൂപത്തിലാണെന്നറിയോ? വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് എങ്ങനെ ഇപ്പം എൻ്റെ കുട്ടീനെ കെട്ടിച്ചയക്കുക, ഒരു ടെൻഷൻ. അല്ലെങ്കിൽ എങ്ങനെ ഇപ്പം അതൊക്കെ നടക്കുക, മറ്റൊരു ടെൻഷൻ. അത് ചെയ്യേണ്ടില്ലായിരുന്നു, അങ്ങനെ ആയല്ലോ, ഇങ്ങനെ ആയല്ലോ. കഴിഞ്ഞതിനെ കുറിച്ച് ടെൻഷൻ, വരാനിരിക്കുന്നതിനെ കുറിച്ച് ടെൻഷൻ. ഇങ്ങനെ ഒരു ടെൻഷനും ആ ഇസ്തിഗ്ഫാർ ചൊല്ലി അവനിലേക്ക് ഈമാനിന്റെ മാധുര്യം ലഭിച്ചാൽ ഒരു ടെൻഷൻ ഉണ്ടാകൂല. 11 അല്ലാഹുവിനാണ് അത്തരം ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകളോട് വലിയ ഇഷ്ടമുണ്ടാകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളെ അവസ്ഥ. നമ്മളിങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ഒരാള് എന്തെങ്കിലുമൊക്കെ നമ്മോട് എതിര് കാട്ടി, നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ ഓരോ വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു എതിര് കാട്ടിയാൽ നമ്മൾ ആ മനുഷ്യനോട് എന്തായിരിക്കും ചെയ്യുക? ഓന് ഇത്രമാത്രം വൽപ്പായോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് നമ്മൾ തിരിച്ച് ആക്രോശിക്കുമെങ്കിൽ പടച്ച റബ്ബ് അങ്ങനെയല്ല. ഇസ്തിഗ്ഫാർ നമ്മൾ നന്നായി ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വലിയ ഇഷ്ടമാണ്. 12 പറയുന്നു, മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് സന്തോഷവാർത്ത അറിയിച്ച് അവനെ സമാധാനിപ്പിക്കും.
അതല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ എത്തേണ്ട ഒരു സംഗതി. മരിക്കുന്ന സമയത്ത് നമുക്ക് ആരും ഉണ്ടാവൂല. ആ സമയത്ത് മലക്കുകൾ വന്ന് സന്തോഷവാർത്ത അറിയിച്ച് അവനെ സമാധാനിപ്പിക്കുകയാണ്. 13ാമതായി പറയുന്നു, ജനങ്ങൾ വിയർപ്പിൽ മുങ്ങുമ്പോൾ അർശിന്റെ തണല് അവന് ലഭിക്കുന്നു. 14 വലത് കൈയിൽ അവന് കിതാബ് ലഭിക്കുന്നു. 15 അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു എന്നാണല്ലോ പഠിപ്പിച്ചത്. ഒരുത്തൻ ഖേദിച്ച് പേടിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ കമല്ലാ ദംബ ലഹു, പാപമില്ലാത്ത ഒരാളെ പോലെ അവനെ മാറ്റിയെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേപ്പറിൽ ഒരു ലെറ്റർ എഴുതുകയാണ്. ഒരു ലെറ്റർ എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഒരു പെൻസിൽ കൊണ്ടാണ് നമ്മൾ എഴുതിയത് എങ്കിൽ അവിടെ തെറ്റിയ ഭാഗത്ത് നമ്മൾ റബ്ബർ കൊണ്ട് എറേസർ കൊണ്ട് അത് മായ്ച്ചു എന്ന് കരുതുക. ആ പേപ്പർ ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്ത് പരിശോധിച്ച് ഇങ്ങനെ നോക്കിയാൽ ആ മായ്ച്ചൊരു അടയാളം നമുക്ക് കാണാൻ കഴിയുമല്ലോ. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, അപ്പൊ തെറ്റിയപ്പോൾ മായ്ച്ചതാണ് എന്ന് കാണാൻ കഴിയും. 1. ഇനി പേന കൊണ്ട് തന്നെ നമ്മൾ എഴുതുക. ഒരു ലെറ്റർ, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ലെറ്റർ, അല്ലെങ്കിൽ നമ്മൾ ആധാരം എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെറ്റർ എഴുതുമ്പോൾ അതിൽ പേന കൊണ്ട് എഴുതിയപ്പോൾ തെറ്റിപ്പോയി. നമ്മൾ വൈറ്റ്നർ എടുത്തിട്ട് ആ വെള്ളമഷി കൊണ്ട് നമ്മൾ അവിടെ മായ്ച്ചു. പേപ്പർ എടുത്ത് ഇങ്ങനെ നോക്കിയാൽ മായ്ച്ച് തിരുത്തിയതാണ്. അവിടെ എന്തോന്ന് എഴുതിയപ്പോൾ പിശക് പറ്റിയിട്ടുണ്ട്, നമുക്കറിയാൻ കഴിയുമല്ലോ. സംഗതി തിരുത്തിയിട്ടുണ്ടെങ്കിലും അറിയാൻ കഴിയുമല്ലോ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരാൾ നന്നായി ഇസ്തിഗ്ഫാർ ചൊല്ലി പടച്ച റബ്ബിലേക്ക് ഖേദിച്ച് പേടിച്ച് മടങ്ങി ഒറ്റ കണ്ണുനീർ അവിടെ ഊറ്റിയാൽ മതി. പിന്നെ റബ്ബർ കൊണ്ട് മായ്ച്ച അടയാളം അവനിൽ ഉണ്ടാവൂല. വൈറ്റിനർ കൊണ്ട് മായ്ച്ച അടയാളം അവിടെ ഉണ്ടാവൂല. ഒരു പാപവും ചെയ്യാത്തവനെ പോലെ പ്യുവറായിട്ട് വളരെ ക്ലിയറായിട്ട് അവനെ അല്ലാഹു മാറ്റുകയാണ്. നോക്കൂ, അള്ളാന്റെ ഒരു സ്നേഹം. നമ്മളാണെങ്കിൽ കേട്ടോ ഞാൻ കാണിച്ചു തരാ, ഇതായിരിക്കും നമുക്ക്. പടച്ച റബ്ബ് അങ്ങനെയല്ല, തെറ്റ് ചെയ്താലും അവനെ നമ്മളെ സ്വീകരിക്കുകയാണ്. പക്ഷേ നമ്മൾ നന്നാകാൻ റെഡിയാകുന്നില്ല. ഇതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം. അല്ലാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തരുവാനാവട്ടെ. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ നമ്മൾ നന്നായിട്ട് ചൊല്ലണം എന്ന് മഹാന്മാർ പറയുന്നു. പ്രത്യേകിച്ച് ഈ റജബ് മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം. എന്നിട്ട് മഹാന്മാർ പറയുന്നു, 2 സമയം ഒന്നുകൂടെ പരിഗണിച്ച് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ. 1 അത്തായ സമയത്താണ്. 1 സുബ്ഹിക്ക് മുമ്പ്, അല്പം മുമ്പ് ഒന്ന് എഴുന്നേറ്റ് ഏറ്റവും ചുരുങ്ങിയത് ഒരു 70 ഇസ്തിഗ്ഫാർ നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു വലിയ പദവി നിങ്ങൾക്ക് നൽകുകയാണ്. ഇതേ രൂപത്തിൽ തന്നെ അസറിന്റെ ശേഷവും നിങ്ങൾ ഒരു 70 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ വലിയ പദവി അല്ലാഹു നൽകുകയാണ്. അപ്പൊ രാവിലെയുമായി വൈകുന്നേരവുമായി. എന്നിട്ട് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, ആ ഇസ്തിഗ്ഫാറിന്റെ കൂടെ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ഒരു 27 വട്ടം നിങ്ങൾ ചൊല്ലുക. അതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഒരു 70 ഇസ്തിഗ്ഫാർ. അതോടുകൂടെ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്നതാണ്, എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു ദിക്റുമാണ്, ഒരു പ്രാർത്ഥനയുമാണ്. ഇത് ചൊല്ലിയാൽ അവിടെ മുഅ്മിനിന്റെ എണ്ണം അനുസരിച്ച് അവന്റെ പദവി അല്ലാഹു ഉയർത്തുകയും അവന്റെ ദോഷം പൊറുക്കപ്പെടുകയും ചെയ്യുന്നു. അർശിന്റെ തണൽ കിട്ടാനും കാരണമാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനേ. അർശിന്റെ തണൽ കൊണ്ട് അനുഗ്രഹിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. എന്നിട്ട് മഹാനവറുകൾ അവിടുത്തെ ഗ്രന്ഥത്തിൽ പാടുകയാണ്, بيض صحيفتك السوداء في رجب
بصالح العمل المنجي من اللهب شهر حرام أتى من أشهره هرم إذا دعا الله داع فيه لم يخب طوبى لعبد زكي فيه له عمل فكف فيه عن الفحشاء والريب بيض صحيفتك السوداء في رجب റജബ് മാസത്തിൽ നിന്റെ കറുത്തുപോയ ഏടിനെ നീ വെളുപ്പിക്കണേ മോനെ. എങ്ങനെയാണ് വെളുപ്പിക്കേണ്ടത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സ്വാലിഹായ അമലുകൾ ചെയ്തുകൊണ്ട് നിന്റെ കറുത്തുപോയ നിന്റെ ഏടുകളുണ്ടല്ലോ, ആ ഏടുകളെ നീ വെളുപ്പിക്കണേ മോനെ. റജബ് നിനക്ക് വന്നിട്ട് നീ അതിനെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാതെ നിന്റെ ഏടുകളെ ശഅബാനിലേക്ക് കടത്തരുത്, റമദാനിലേക്ക് കടത്തരുത്. ഇങ്ങനെ റജബ് ഇസ്തിഗ്ഫാർ ചെയ്യാതെ, അതുപോലെ തന്നെ തൗബ ചെയ്യാതെ നീ ശഅബാനിലേക്കും റമദാനിലേക്കും നിന്റെ ഈ ബോഡിയെ കടത്തിയാൽ, റമദാനിൽ എല്ലാവരും നന്നായി ഖുർആൻ ഓതുമ്പോൾ, റമദാനിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ, റമദാനിൽ മറ്റു ഇബാദത്ത് എടുക്കുമ്പോൾ നിന്റെ മനസ്സിലേക്ക് ഇബാദത്ത് ചെയ്യണമെന്നൊരു ചിന്ത വരൂല. തറാവീഹിലേക്ക് വരാൻ നിന്റെ മനസ്സ് അനുവദിക്കൂല. ഒരു 5 മിനിറ്റ് വൈകിയാൽ തന്നെ ഇമാമിന്റെ മുഖത്തേക്ക് ഒരു നോട്ടാണ്. എപ്പോഴാണ് ഇനി കഴിയുക എന്നൊരു ചിന്തയായിരിക്കും. നേരെ മറിച്ച് ആ രൂപത്തിൽ റജബിൽ തന്നെ ക്ലിയറായി അവന്റെ മനസ്സിനെ ക്ലിയറാക്കി സ്ഫുടം ചെയ്തെടുത്താൽ, പിന്നെ തറാവീഹിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയാൽ പിന്നെ അവന്റെ മനസ്സ് മാറിപ്പോയി. പടച്ചോനെ, ഇങ്ങനെ ഒരു സുഖം എനിക്ക് ഇപ്പോഴാണല്ലോ കിട്ടിയത്. ഇനി നേരം വെളുക്കുമ്പോഴും നിസ്കരിച്ചാലും എനിക്ക് നിന്റെ പൂതി തീരില്ല എന്ന ചിന്തയിലായിരിക്കും അവന്റെ മനസ്സുണ്ടാവുക. നേരെ മറിച്ച് തറാവീഹിന് കയ്യെന്ന് കിട്ടുമ്പോഴേ ഈ പള്ളിയിലേക്കാണോ പോകേണ്ടത്? ഇന്ന് ഈ പള്ളിയിലാണെങ്കിൽ പിറ്റത്തെ ദിവസം ആ പള്ളിയിൽ. കാരണം എന്ത് ചെയ്യാ, അവിടെ തലകുത്തി മറയലാണ്, പെട്ടെന്ന് കയ്യലാണ്, അങ്ങോട്ട് പോകാമെന്നൊരു ചിന്ത പിശാച് അവനിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഈ റജബിൽ തന്നെ അവന്റെ സ്വഹീഫത്തുകളുടെ അവന്റെ ഏടുകളെ ക്ലിയർ ആക്കുന്നത് കൊണ്ടാണ്. എന്നിട്ട് മഹാൻ പാടുന്നു, ശഹ്റുൻ ഹറാമുൻ അതാ മിൻ അശ്ഹുരി ഹറമു. മോനെ, പവിത്രമായ മാസങ്ങളിൽ നിന്നുള്ള ഒരു മാസമാണ് നിനക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഇദാ അല്ലാഹു ദാഇൻ ഫീഹി ലം യഖീബ്. ഈ മാസത്തിൽ മനസ്സറിഞ്ഞ് നീ അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ ലം യഖീബ്, അല്ലാഹു അത് ഖായിബാക്കി മടക്കൂല. അല്ലാഹു ഒരിക്കലും തന്നെ നിന്നെ പരിഗണിക്കാതിരിക്കൂല. നീ നന്നായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. തുബാ ലി അബ്ദിൻ സക്കി ഫീഹി ലഹു അമലു ഫകഫ ഫീഹി അനിൽ ഫഖ്ശാഇ വൽയബി. മോനെ, ഈ മാസം അതിൽ നല്ല നല്ല അമൽ ചെയ്യുന്നവർക്ക് സർവ്വ സന്തോഷങ്ങളും അല്ലാഹു നൽകാനിരിക്കുകയാണ്. ഫകഫ ഫീഹി അനിൽ ഫഖ്ശാഇ വൽയബി. അതുകൊണ്ട് ഈ മാസത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ നിന്റെ ബോഡിയെ, നിന്റെ ശരീരത്തെ അതിൽ നിന്ന് മുക്തമാക്കി തടഞ്ഞു വെക്കാൻ നീ ശ്രമിക്കണേ മോനെ. അതുകൊണ്ട് നമുക്കൊക്കെ ആ ഒരു ചിന്തയുണ്ടാവണം. മഹാനവറുകൾ എന്നിട്ട് 3 കാര്യം പറയുന്നു. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നീ തൗബ ചെയ്യണം. 2 സ്വാലിഹായ അമലുകൾ നീ ധാരാളം ചെയ്യണം. തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ റജബിനെ പറഞ്ഞേക്കണം. അർഹമുർ-റഹീമായ അല്ലാഹ്, ആ രൂപത്തിൽ ഉള്ള മനസ്സിനെ നീ പാകപ്പെടുത്തി തരണേ റഹ്മാൻ. ഞങ്ങളുടെ ഏടുകളൊക്കെ കഴിച്ചു നീക്കിച്ചു തരണേ റഹ്മാൻ. റജബിൽ തന്നെ നന്നായി, ശഅബാനിലും നന്നായി, റമദാനിനെ നല്ലതുപോലെ സ്വീകരിക്കും. അതിന് ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാൻ. സാധുക്കളാണ്, പാപികളാണ് റബ്ബേ, പല തെറ്റുകുറ്റങ്ങളും ചെയ്തവരാണ് റബ്ബേ. ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിച്ചു തരണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. സാധാരണ പോലെ നമ്മൾ ചൊല്ലുന്നു, ദുആ ചെയ്തു തരും. എല്ലാവരും അടുത്തോട്ട് വരണം. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ
പറയേണ്ട ആ ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ മഹത്തായ ബൈത്തിൽ നമ്മളൊക്കെ ആത്മാർത്ഥതയോടുകൂടെ ചെല്ലണം. ബഹുബഹുലാക്കി തരുവാനാവട്ടെ. يا أكرم الخلق ما لي منال به سواك عند حلول الحديث العميم مولاي سلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بإذا الكريم تجلى باسم منتقم مولاي سلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي يقسمها تأتي على حسب عصياني في الحساب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل جاهي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والتطبي عبدك في دارين إن له صبرا متى تدعوه الأهوال ينهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصاحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين له أهل التقى والنقى والحلم والكرم مولاي صل
وساها على حبيبك خير الخلق كلهم ما نهت عذبا تلباب ريح صما وأقرب العيسى العيس بالنغم مولاي صل وسلم على حبيبك خير الخلق كلهم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم لله من أبدا على حبيبك خير الخلق كلهم ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വീട് പണി തുടങ്ങി വെച്ചവർ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും വിഷയങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരുമാറാകട്ടെ. ഇന്നത്തെ ചായ നമ്മുടെ ബാപ്പുകാക്ക മുബാറക്കയുടെ ബാപ്പുകാക്കയുടെ ഉമ്മയുടെ ആണ്ടുമായി ബന്ധപ്പെട്ടായിരുന്നു. എങ്കിലും അതിൻ്റെ മുമ്പ് തന്നെ എത്രയോ 2-3 ആഴ്ച മുമ്പ് നമ്മുടെ ഉമർ കുഞ്ഞാക്ക പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം നമ്മോടൊരു വാക്ക് പറഞ്ഞിരുന്നു, ഇത്തരം നല്ല ഉമ്മയുടെ ആണ്ട് അതുപോലെ തന്നെ ഈ സംഗതികളൊക്കെ വരുമ്പോൾ നിങ്ങൾ തൽക്കാലം മറ്റുള്ളവർക്ക് ചാൻസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 2-3 ആഴ്ചയായി ഇപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പെൻഡിങ്ങിലാണ്. എങ്കിലും ഈ ആഴ്ച നമ്മുടെ ബാപ്പുകാക്കൻ്റെതായിരുന്നു. അദ്ദേഹവും നമ്മോട് സഹകരിച്ചു. ഇന്ന് നമ്മുടെ ഹംസ ഹാജിയുടെ ചെങ്ങാട്ട് ഹംസ ഹാജിയുടെ എളാമ ഉമ്മയുടെ അനുജത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മോട് വിട പറഞ്ഞു. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ.
അവരുടെ മൂന്നിൻ്റെ ഭാഗമായ ഇന്നത്തെ ചായ നൽകുന്നത്. മക്കൾ എന്ന് പറയാൻ ഇവരൊക്കെ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കാറുണ്ട്. ജീവിതത്തിൽ ബന്ധപ്പെട്ട് മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ലാഭുകളും ഈ നൽകുന്ന ഹദീയയുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തട്ടുമാറ്റി റാഹത്തുള്ള ജീവിതം ഖബറിൽ അല്ലാഹു നൽകി നാളെ ആഖിറത്തിൽ നമ്മെയും അവരെയും വിജയിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നൽകുമാറാകട്ടെ. മരണപ്പെട്ട എല്ലാവരുടെയും പേരിൽ നമ്മുടെ സാധാരണ ഒരു 10 തഹ്ലീൽ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമ്മുടെ പറവൂർ ഉസ്താദ് അദ്ദേഹത്തിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. അല്ലാഹു എല്ലാ രോഗങ്ങളിലും പരിപൂർണ ശിഫ അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാ കടങ്ങളും അല്ലാഹു വീട്ടിക്കൊടുക്കുമാറാകട്ടെ. അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ